ഹായ് ഗൈസ്, ഞാനൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ട്. ഇതൊരു യക്ക് ഫീൽ തരുന്ന ഒരു സിനിമയാണ്. സിനിമ ഒരു അൺപ്ലസന്റ് മൂഡിലാണ് പോകുന്നത്. എനിക്കൊന്ന് ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ് തോന്നുന്നു. മൊത്തത്തിലൊരു പ്ലസന്റ് ഫീൽ അല്ല, മറിച്ച് ഒരു അൺപ്ലസന്റ് ഫീലാണ് സിനിമ തരുന്നത്. പക്ഷേ സിനിമ സംസാരിക്കുന്ന ആശയം ഭയങ്കര സ്ട്രോങ് ആണ്. സ്ത്രീ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ യുവത്വം നഷ്ടപ്പെടുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അതുണ്ടാക്കുന്ന നിരാശ, അപ്പൊ അത് കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന് ഫിക്ഷണലായി അവതരിപ്പിച്ച് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ദി സബ്സ്റ്റൻസ്. ഒരു മോഡലാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ. അത് ഡെമി മൂറാണ് ചെയ്തിരിക്കുന്നത്. ഡെമി മൂറിന്റെ കിടിലം പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ള. അതുപോലെ മാർഗറ്റ് കോളിയും ഈ സിനിമയിലുണ്ട്. അപ്പൊ ഡെമി മൂറിന്റെ ക്യാരക്ടർ പ്രായമാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി മോഡലിംഗ് ഫീൽഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി പോവുകയാണ്. കാരണം യങ് ആയിട്ടുള്ള ആളുകളെയാണ് അവർക്ക് ആവശ്യം. അപ്പം ഡെമി മൂർ എങ്ങനെയെങ്കിലും യങ് ആവണം എന്ന ആഗ്രഹത്തിലേക്ക് വരും. അങ്ങനെ ഇവളൊരു മരുന്നിനെ കുറിച്ച് അറിയും. മരുന്നിന്റെ പേരാണ് സബ്സ്റ്റൻസ്. ഇത് തന്നെയാണ് സിനിമയുടെ പേരും. ഈ സബ്സ്റ്റൻസ് എന്ന മരുന്ന് ഇവള് ശരീരത്തിൽ കുത്തിവെക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ശരീരം മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഡെമി മൂറിന്റെ ഓൾഡർ ആയിട്ടുള്ള ശരീരവും അതുപോലെ തന്നെ അവളുടെ ഒരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ഉള്ള രീതിയിലുള്ള മറ്റൊരു യങ് ആയിട്ടുള്ള ഒരു ശരീരവും ഉണ്ടായി വരും. പക്ഷെ ഒരൊറ്റ സെൽഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 7 ദിവസം ഈ യങ്ങർ ആയിട്ടുള്ള ശരീരത്തിലും അതിനുശേഷം വീണ്ടും 7 ദിവസം ഈ ഓൾഡർ ആയിട്ടുള്ള ഒറിജിനൽ ശരീരത്തിലും നിൽക്കണം. ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ മരുന്ന് എടുക്കുന്നതിനുള്ള നിയമം. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ വലിയ പണി കിട്ടും. അങ്ങനെ ഈ യങ്ങർ സെൽഫായിട്ട് ഡെമി മൂർ മാറുകയും മോഡലിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് അവളൊരു സെൻസേഷൻ ആയിട്ട് മാറുകയാണ്. അങ്ങനെ അവളുടെ ഓൾഡർ ബോഡി, അവളുടെ ഒറിജിനൽ ബോഡിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് താല്പര്യം കാണിക്കത്തില്ല. അവിടെ അവള് സ്വാർത്ഥത കാണിക്കും. അതായത് ഈ യങ്ങർ സെൽഫിൽ തന്നെ ഇരുന്നിട്ട് ഈ ഓൾഡർ ബോഡിയെ ഇവള് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ, ഈ നിയമം കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ വലിയ പണി കിട്ടും. അങ്ങനെ ഇവളുടെ ഓൾഡർ ബോഡി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിനിമ പോകെ ഇവൾക്ക് മനസ്സിലാവും ഇവളുടെ ഓൾഡർ ബോഡിയാണ് ഇവൾക്ക് വേണ്ടത്. ആ ബോഡിയിൽ തന്നെയാണ് ഇവിടെ ശരിക്കുള്ള സെൽഫ് ഇരിക്കുന്നത്. അല്ലാതെ ഈ ആൾമാറാട്ടം കാണിക്കുന്നതിലൂടെ അല്ല, മറിച്ച് തന്റെ ജീവിതം ഒറിജിനലായിട്ട് തന്നെ കൊണ്ടുപോകണം എന്ന ആഗ്രഹമൊക്കെ വരും. പക്ഷെ അപ്പോഴത്തേക്കും ഇതെല്ലാം ലേറ്റായി, ഇതെല്ലാം തകടം പറഞ്ഞ് ഒരു കോലത്തിലായിട്ടുണ്ടാവും. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലഡ് ബാത്ത് ആണ്, ബ്ലഡ് സീൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും പ്ലസന്റ് ആയിട്ട് ഇന്ന് കാണാൻ പറ്റണമെന്നില്ല. ഒരു ബിസെയർ ഇമേജസ് ഒക്കെ ഉള്ള പടമാണ്. അതുപോലെ അഡൾട്രേറ്റഡ് പടമാണ്, ന്യൂഡ് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് കാണാൻ പറ്റുകയും കാണുക. പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഗംഭീര പടമാണ്. പക്ഷേ ഇതൊരു അൺപ്ലസന്റ്, വിയർഡ്, ഒരു ബോഡി ഹൊറർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു ഹൊറർ പടമാണ്.